ഹാർട്ടിൻ്റെ മസിൽസിന് ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്? നമ്മുടെ ഫാമിലിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അവർ ഈ പർട്ടിക്കുലർ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ ലിവറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അത് ഹാർട്ടിനെ ബാധിക്കും. ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ തവണ ഒരു പേഷ്യൻ്റ് വന്നിച്ച് പറഞ്ഞു, ഡോക്ടർ എൻ്റെ അമ്മ വളരെ ആക്റ്റീവായിട്ടായിരുന്നു എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്നാൽ മതി, കിടന്നാൽ മതി എന്നൊരു തോന്നലാണ് എപ്പോഴും പറയുന്നത്. അതേപോലെ അധികം സംസാരിക്കണമെന്നൊരു താല്പര്യമില്ല. നേരത്തെ ഒത്തിരി സംസാരിക്കുന്ന ആൾ ഇപ്പോൾ വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് പറയാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ കഷായം കഴിച്ച് നോക്കി, രക്തക്കുറവാന്ന് ഓർത്തുകൊണ്ട് ടോണിക് കഴിച്ച് നോക്കി, അതേപോലെ തന്നെ പ്രോട്ടീൻ പൗഡറൊക്കെ കൊടുത്ത് നോക്കി, പക്ഷെ ഒന്നും ആക്റ്റീവ് ആകുന്നില്ല, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ CT ബ്രെയിൻ ചെയ്തത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് മൈൽഡ് സ്ട്രോക്ക് ആയിരുന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിൽ ഒത്തിരിയേറെ ആളുകൾ കാണും ഇതേപോലത്തെ മൈൽഡ് സ്ട്രോക്കൊക്കെ വന്ന് ചിലപ്പോൾ നമ്മുടെ ചുണ്ട് കോടി പോകുന്ന രീതിയിലേക്ക് വരും, കണ്ണ് അടയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വരും. ചിലപ്പോൾ അതുവരെ നോർമലായിട്ട് സംസാരിക്കുന്ന ആളുകൾ വളരെ റൂഡായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ചിലപ്പോൾ വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾ സഡനായിട്ട് ഡള്ളായ പോലെ വരും. അങ്ങനെ പല കാര്യങ്ങളും വരും. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രോപ്പർ ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഫർദർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോകണം. ഇതിപ്പം ഒരു സ്വഭാവപരമായിട്ടുള്ള ചേഞ്ചസ് ആണെന്നൊക്കെ ഓർത്തോണ്ട് നമ്മളിങ്ങനെ പോകും. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു അയർലൻഡിലുള്ള ഒരു നേഴ്സ് വന്നിട്ട് പറയുകയാണ്, ഡോക്ടറെ എൻ്റെ പേരൻസിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ പേരൻസിന് ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതേപോലെ തന്നെ സ്ട്രോക്ക് റിലേറ്റഡ് പ്രശ്നമായിരുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്, അപ്പം ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു ഫുൾ ചെക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് എന്നെ ഒരു കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് ഏത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടത്, ഏത് ചെക്കപ്പുകളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചു. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ലാബിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഒരു പാക്കേജ് ഉണ്ട്, ഒരു റുട്ടീൻ ടെസ്റ്റുകളുണ്ട്. അതിൽ ചിലപ്പോൾ 30 ടെസ്റ്റുകൾ, 60 ടെസ്റ്റുകൾ വെറും 2000 രൂപയ്ക്ക്, 1500 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ അത് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മുടെ പ്രശ്നം എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത്, ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിക്കൊണ്ടിരുന്നാലൊന്നും നമ്മുടെ ഷുഗർ മനസ്സിലാവത്തില്ല എന്ന് പറയാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള ചാർജാണ് ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന്. അത് അങ്ങേയറ്റം ആകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് പല രീതിയിലുള്ള അഡ്വാൻസ് ടെസ്റ്റുകളുണ്ട്, നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞു കൊടുത്തത്. അപ്പം ആ ടെസ്റ്റ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ നമ്മുടെ ശരീരരീതി കാണുമ്പോൾ, ഇപ്പോൾ നമുക്കൊരു ഓൺലൈൻ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. പക്ഷേ ശരീരരീതി കാണുമ്പോൾ എങ്ങനെ മനസ്സിലാകുന്നത് വെച്ചാൽ, അവർ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്, അല്ലെന്നുണ്ടെങ്കിൽ മസിൽസിന് അധികം ഡെവലപ്മെൻറ്റ് ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ എത്ര വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും മസിൽ ഫോം ആകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ് എന്ന് പറയുന്നൊരു ടെസ്റ്റാണ് ചെയ്യേണ്ടത്. അതായത് CPK എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഈ എൻസൈംസ് നമ്മുടെ ഹാർട്ടിലും അതേപോലെ തന്നെ ബ്രെയിന്, മസിൽസ്, ഇതിലൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ഇതിൻ്റെ അളവ് കൂടുക എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലറായിട്ട് മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഡാമേജുകൾ സംഭവിക്കുന്നുണ്ട്. ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സർജറീസ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പം പല രീതിയിലുള്ള കാര്യങ്ങൾ. ഇതിന് നെക്സ്റ്റ് വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഹാർട്ടിലേക്കുള്ള മസിൽസിൻ്റെ ഡാമേജുകളും ഈ CPKയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു സംശയം തോന്നുകയാണ്, ശരിയാണ് എൻ്റെ പേരൻസിന് ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ട്, പിന്നെ എൻ്റെ മസിൽസൊക്കെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തോന്നുവാണ്, മസിലിനെ ശോഷിച്ച് വരികയാണെന്നൊക്കെ തോന്നുവാണെങ്കിൽ CPK ടെസ്റ്റാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത്. ചെയ്തിട്ട് അതൊരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തോ, അതിൻ്റെ ഹൈ ആണെന്നുണ്ടെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ അടുത്തോ ഒന്ന് കാണിച്ചാൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ആയിട്ടോ മെഡിക്കേഷൻസ് ഒക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് CPK എന്ന് പറയുന്ന ടെസ്റ്റാണ് ഞാനിപ്പോൾ പറയുന്ന ടെസ്റ്റ്. ഇനിയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ടോസ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്നൊരു ടെസ്റ്റാണ്. ഈ ലാക്ടോസ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്നത്, അതായത് LDH എന്ന് പറയുന്നത്, ലാക്ടോസ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്നത് നമ്മുടെ നേരിട്ട് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ നമ്മുടെ പല മറ്റു അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ അവയവങ്ങൾ ലാക്ടോസ് ഡീഹൈഡ്രോജിനേസ് ഹൈ ഉണ്ടെങ്കിൽ ഇത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നതായതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ലാക്ടോസ് ഡീഹൈഡ്രോജിനേസ് അല്ലാതെ LDH എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്.
ഇനിയും ഹാർട്ടിൻ്റെ മസിൽസിന് ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്? അതിനും ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. മയോഗ്ലോബിൻ നടന്ന ബ്ലഡ് ടെസ്റ്റാണ്. അതായത് ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് വരുന്ന, അതായത് ഇതൊരു ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഈ ഓക്സിജൻ സപ്ലൈയിൽ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ, അതായത് മയോകാർഡിയൽ പ്രശ്നങ്ങൾ, അതായത് ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മയോഗ്ലോബിൻ ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ടെസ്റ്റുകളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഒരു അറ്റാക്ക് വന്നു എന്നൊരു സംശയം, അതായത് സഡൻ ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ വന്നു, വല്ലാതെ അങ്ങ് വേർക്കുന്നു, ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് ഓക്കെ ആയി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഒന്ന് ആശുപത്രിയിലൊന്നും പോകണ്ട എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ ആ ഹോസ്പിറ്റലിൽ എന്തായാലും പോകണം. ഇനി പോകാൻ സാധിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു സംശയമാണ്, എനിക്ക് വല്ല അറ്റാക്ക് ആണോ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടെസ്റ്റ് ഉണ്ട്. ട്രോപ്പോനിൻ ടി, ട്രോപ്പോനിൻ ഐ എന്ന് പറയുന്ന ഇതും ഹാർട്ട് മസിൽസിനകത്ത് കൂടുതൽ റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസിന് ഡാമേജ് പറ്റുകയും അതിൻ്റെ ഭാഗം, അതായത് ബ്ലഡ് സപ്ലൈ പ്രോപ്പറായിട്ടില്ലാതെ അറ്റാക്ക് സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു 2 തൊട്ട് 6 മണിക്കൂറിനുള്ളിൽ ഈ ടെസ്റ്റ് ചെയ്താൽ ഇത് ഹൈ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. അല്ലാതെ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഇനി ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് എല്ലാവരും ചെക്ക് ചെയ്യണമെന്നില്ല. ഇങ്ങനത്തെ നമ്മുടെ ഫാമിലിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അവർ ഈ പർട്ടിക്കുലർ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നിർബന്ധമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ് AST എന്ന് പറയുന്നത്. അതായത് ആസ്പർട്ടേറ്റ് അമൈനോ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. അത് ലിവറിലാണ്, ലിവർ ഫംഗ്ഷനെ കറക്റ്റായിട്ട് അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ്. പക്ഷേ ഈ ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ലിവറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അത് ഹാർട്ടിനെ ബാധിക്കും. അത് എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, ഹാർട്ടും കൂടി ഉണ്ട്. അതേപോലെ ഇത് കിഡ്നിയെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് എടുക്കുകയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുകയും പ്രോപ്പറായിട്ടുള്ള ഫുഡ് സപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ക്ലിയർ ആകും. അതുകൊണ്ട് ഈ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഹാർട്ടിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുള്ളവരും ഹാർട്ടിൻ്റെ പാരമ്പര്യമായിട്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ളവരും ഇനിയും നമുക്ക് ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനും ഈ ടെസ്റ്റുകൾ ചെയ്താൽ നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.